ഒറ്റ സംഗതി മതിയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅ? സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ. റസൂലിന്റെ നടപടി, സഹാബത്താകുന്ന ജമാഅത്ത് ഏതെങ്കിലും ജമാഅത്തല്ല. അവരാരാ? അവരെപ്പറ്റി അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, റളിയല്ലാഹു തആല അൻഹും വറളു അൻഹു. അവരെ തൃപ്തിപ്പെട്ടു. അല്ലാഹു പൊരുത്തപ്പെട്ട കക്ഷികൾ. അല്ലാഹു പൊരുത്തപ്പെട്ട കക്ഷികൾ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരെ പൊരുത്തം അവിടെ വേണ്ടല്ലോ, ഒരാവശ്യമില്ല. വറളു അൻഹു. അതൊക്കെ നീട്ടി പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. ഇതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴൊന്നും പറയാനുള്ളതല്ല. പിന്നെ ഇന്ന് പല ആലാത്തുകളും ഉണ്ട്. ഖുർആൻ തന്നെ ശരിക്കും ഓതാൻ അറിയാത്ത വിധത്തെയോ ഉണ്ട്. ആ ഖുർആനും കൂടി നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഇതും അതിലുണ്ട്. അഫമ്മൻ യഹിദ്ദി ഇല്ലാ യുഹ്ദാ. ഈ ആയത്തുകൾ കേട്ടണം. ഇത് അഫമൻ യഹിദ്ദി ഇല്ലാ യുഹ്ദാ. അവിടെ എല്ലാവരും അഫമൻ യഹിദ്ദി തനിച്ച കത്രയല്ലേ അത്? അവിടെ എങ്ങനെ ഓതും? അഫമൻ യഹിദ്ദി ഇല്ലാ യുഹ്ദാ എന്നല്ലോ. പിന്നെ അങ്ങനെ എത്ര ഖുർആനിലെ ലഫ്ളുകളുണ്ട്. പറയേണ്ടിടത്തൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, പലർക്കും മനസ്സിലാക്കണം. ഞാൻ ആലോചിച്ച് നോക്കുന്ന ഇപ്പം കുറെ പുതിയ ആലാത്തുകളൊക്കെ വന്നതുകൊണ്ട് ദോഷമല്ല, കുറെ ഗുണമുണ്ട്. ദോഷമൊന്നല്ല. ഉള്ള പോലെയുള്ള ഖിറാഅത്ത്, ശരിയായ ഖിറാഅത്തിൽ ഓതുന്ന കാര്യങ്ങളുടെ ഖിറാഅത്തും മതിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർക്കൊന്നും ഞാനിപ്പോ ചെയ്യുന്നില്ല. ഖുർആനിന്റെ ശരിയായ നിരക്കുള്ള തജ്വീദോടുകൂടിയുള്ള ഖിറാഅത്ത് ശരിക്ക് പഠിച്ചാൽ തന്നെ ഇതുണ്ടാവും. അല്ലെങ്കിൽ പണ്ടെന്താ പഠിപ്പിച്ചത് അതല്ല വേറെ ഉണ്ടാവില്ല. ഇപ്പതെല്ലാം വന്നു കഴിഞ്ഞ് പുറത്ത്. നാളെ വരണേ ജപ്യാണ്. ആ നല്ലതായി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു. ഇപ്പൊ ഇവിടുന്നാ വരുന്നത്. ഇതൊരു ചെറിയ നാടകം. ഗ്രാമമല്ല, കുഗ്രാമ. പറഞ്ഞു കൊടുക്കാന്നറിയാം. ഞാനൊന്നും പറയുന്നു. നമ്മള് പറയണ കാലൊക്കെ പോയില്ലേ. പിന്നെ
നിർത്തലാക്കണം. അല്ല ഇപ്പോൾ റോഡ് കുറച്ചാണ്.